ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അജണ്ടയിലെ ഒടുവിലത്തെ രാഷ്ട്രീയ ആയുധവും ബി.ജെ.പി. പുറത്തെടുത്തു. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച രാത്രി വിജ്ഞാപനം ചെയ്തതോടെയാണ് വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും അധ്യായം സർക്കാരും ബി.ജെ.പിയും തുറന്നത്. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കൽ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്ക് പിന്നാലെയാണ് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള തീരുമാനവും. ഈ അജണ്ടകളിൽ ഇനി ബാക്കിയുള്ളത് ഏക സിവിൽ കോഡാണ്. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ചർച്ചകളിൽ ഇതും സജീവമാണ്. 2019 പാസാക്കിയില്ലെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ പൗരത്വ നിയമം നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നീട്ടിവെക്കുകയായിരുന്നു. നിയമത്തിനെതിരെ അസം, ഡൽഹി, യു.പി. സംസ്ഥാനങ്ങളിലാണ് കടുത്ത പ്രതിഷേധം ഉയർന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ആ വിഭാഗത്തോടുള്ള വിവേചനമാണെന്ന ആക്ഷേപമാണ് ഉയർന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ നിയമ ഭേദഗതി ബിൽ 2019 ഡിസംബർ 9 പാർലമെന്റ് പാസാക്കിയത്. 11 രാജ്യസഭയും ബിൽ പാസാക്കി. 2019 ഡിസംബർ 12 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തു. ഇതോടെ ഭേദഗതി പ്രാബല്യത്തിലായി. എന്നാൽ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നില്ല. അതാണ് തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. വെറും 4 ദിവസം കൊണ്ടാണ് ഭേദഗതിയുടെ നിയമനിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ 4 വർഷം എടുത്തു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിൽ ആകെ 39 പേജുകളാണുള്ളത്. അതിൽ 5 പേജിൽ ചട്ടങ്ങളും ബാക്കി പൗരത്വ അപേക്ഷയ്ക്കുള്ള ഫോമുകളുമാണ്. 4 വർഷത്തിനു ശേഷം തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന വിമർശനമാണ് ഉയരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നു. എന്താണ് പൗരത്വ നിയമം? 2014 മുമ്പ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് ഈ നിയമം. 1955 പൗരത്വ നിയമമാണ് 2019 ഭേദഗതി ചെയ്തത്. 11 വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് മുമ്പ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഭേദഗതിയിൽ ഇത് 6 വർഷമായി ചുരുക്കി. നിലവിലെ നിയമപ്രകാരം വിസ, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യത്ത് നിന്ന് വന്ന ഇന്ത്യയിൽ താമസിക്കുന്നവർ അനധികൃത കുടിയേറ്റക്കാരായാണ് കണക്കാക്കുന്നത്. അനധികൃത കുടിയേറ്റം ശിക്ഷാർഹവുമാണ്. 2015-2016 വർഷങ്ങളിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു. പുതിയ പൗരത്വ ഭേദഗതി ഇവർക്ക് പൗരാവകാശം നൽകാനുള്ളതാണ്. എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതിയെ എതിർക്കുന്നത്? ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുന്നത്. എന്നാൽ ഭേദഗതിയിൽ മുസ്ലിങ്ങളെക്കുറിച്ച് പരാമർശമില്ല. സ്വാഭാവികമായും ഇവർ ഒഴിവാക്കപ്പെടും. ഇതിനെതിരെയാണ് എതിർപ്പ്. ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്തിന് എതിരാണ് ഈ ഭേദഗതി എന്നാണ് വിമർശനം. വിശ്വാസം പൗരത്വത്തിന് വ്യവസ്ഥയാക്കുന്നതിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. ഭരണഘടന പൗരന്മാർക്കെതിരെ മതപരമായ വിവേചനം അനുവദിക്കുന്നില്ല. ഭരണഘടന പ്രകാരം നിയമത്തിന്റെ മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഭേദഗതിയിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് വിവേചനമാണെന്നും രാജ്യത്തിന്റെ മതേതര തത്വങ്ങൾക്ക് എതിരാണെന്നുമാണ് വിമർശനം. ഭേദഗതിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന മറ്റൊന്നുകൂടി സംഭവിച്ചു. അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നതിനുള്ള ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് 2023 പ്രസിദ്ധീകരിച്ചിരുന്നു. 40.7 ലക്ഷം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. നിയമത്തിലെ സങ്കീർണതകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നത് അങ്ങനെയാണ്. അസമിലെ പൗരത്വ വിഷയത്തിന് ദേശീയ തലത്തിൽ രാഷ്ട്രീയ മാനം ഉണ്ടാവുകയും ചെയ്തു. അസം പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ പട്ടിക തയ്യാറായിട്ടില്ല. എന്നാൽ കരട് രജിസ്റ്ററിൽ പുറത്തായവരിൽ 28 ലക്ഷം പേർ ഹിന്ദുക്കളും 10 ലക്ഷം മുസ്ലിങ്ങളും ബാക്കി മറ്റു വിഭാഗക്കാരുമാണ്. പൗരത്വ നിയമ ഭേദഗതി ബിൽ അസമിലെ 10 ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന വിമർശനവും ആശങ്കയുമാണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വേദികളിൽ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് ബി.ജെ.പി. പ്രഖ്യാപിച്ചിരുന്നു. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് ഇതിലൂടെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. എന്നാൽ നിയമം നടപ്പാക്കില്ലെന്ന് കേരളവും ബംഗാളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
പുതിയ നിയമം വന്നതോടെ ഈ സംസ്ഥാനങ്ങൾ ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് വലിയ ചർച്ചയാക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുമാണ് ശ്രമിക്കുന്നത്.